ഹായ് ഡേ ഗെയിം ആസ്പിരൻസ്. ഏറെ നാളത്തെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിട്ടുണ്ട്. പക്ഷേ അഡ്മിറ്റ് കാർഡ് വന്നപ്പോഴാണ് പല കുട്ടികളും നോട്ടീസ് ചെയ്യുന്നത് നമ്മൾ ചൂസ് ചെയ്ത എക്സാമിനേഷൻ സിറ്റിയും നമുക്ക് കിട്ടിയ സിറ്റിയും തമ്മിൽ നല്ല മാറ്റമുണ്ട്, നല്ല ഡ്യൂറേഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കോഴിക്കോട് ചൂസ് ചെയ്ത കുട്ടികൾക്ക് എറണാകുളമൊക്കെയാണ് കിട്ടിയത്. അപ്പം ആദ്യമായിട്ടാണ് കേരള ഗവൺമെൻറ് ഒരു CBT ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കീം എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ നിങ്ങളും ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾ മുൻകരുതലുകൾ ആദ്യം എടുക്കുക. നേരത്തെ എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്തുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡും ID പ്രൂഫും നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. 1-2 ID പ്രൂഫ് എടുത്തു വെക്കുന്നത് നല്ലതാണ്. കീം ആസ്പിരൻസിന് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം വരുന്നത് ഏഴരയ്ക്കാണ്, വെളുപ്പിന് ഏഴരയ്ക്കാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. അതിനേക്കാൾ നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക. 9:30ക്ക് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ ആ സെന്ററിലേക്ക് കയറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫാർമസി ആസ്പിരൻസിന് 3 മണിക്ക് ശേഷം നിങ്ങൾ ആ സെന്ററിലേക്ക് അവർ കയറ്റില്ല. 3 മണിയാണ് നമ്മൾ ആ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ നേരത്തെ തന്നെ, ഒരുപാട് നേരത്തെ തന്നെ ആ എക്സാമിനേഷൻ സെന്ററിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ദൂരെ എക്സാമിനേഷൻ സെന്റേഴ്സ് ഒക്കെ കിട്ടിയ ആളുകൾ തലേ ദിവസം തന്നെ അവിടേക്ക് എത്തി അവിടെ ആ സെന്ററിനോട് അടുത്തുള്ള ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നാവുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സീസണാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പല കാരണങ്ങളാൽ നിങ്ങൾക്ക് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യമേ കണ്ട് മനസ്സിലാക്കി അതിനൊക്കെയുള്ള പ്രിക്കോഷൻസ് എടുക്കുക. നേരത്തെ തന്നെ എക്സാമിനേഷൻ ഹാളിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ ഓൾ ദ വെരി ബെസ്റ്റ്.